സിനിമ കാണാൻ വന്നാൽ മതി, അടിച്ചേറിപ്പോ. ഞാൻ ആലുവയിലുണ്ട്, ഫഹദിൻ്റെ പടത്തിലുണ്ട്. ഒരു ഗ്യാപ്പിന് ഞാൻ വരാം. ടഫായിട്ടുള്ള സിനിമയാണോ? അത് അവർ പറയും. അത് ഇതേപോലെ നമ്മൾ ഞെട്ടിക്കുമോ? ചെറിയ ഞെട്ടലുണ്ട്. ശരിക്കും ഞെട്ടലുണ്ട്. അതിനകത്തൊരു മാസ് ഡയലോഗ് ഉണ്ടാവും, അടിച്ചു കയറുക എന്ന് പറഞ്ഞാൽ. പറയാം. ഇപ്പോൾ ഈ അടിക്കടി വരുന്ന പടങ്ങൾ, ഇപ്പോൾ മൺസൂൺ കൊച്ചിയാണെങ്കിലും ഈ പടമാണെങ്കിലും ഈ ഒരു ട്രോളിന് ശേഷം എനിക്കൊക്കെ നല്ലൊരു മൈലേജ് കിട്ടിയിട്ടില്ലേ? ആക്ച്വലി ഇതിനൊക്കെ മുമ്പ് ഈ പടമൊക്കെ സൈൻ ചെയ്തതാണ്. വൺസ് അപ്പോൺ ടൈം എത്രയോ മാസം മുമ്പ് നാദിർ ഷാ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്തതാണ്. ജിത്ത് ഈ ഫഹദിൻ്റെ പടത്തിൽ ഞാൻ ദോഹയിൽ വേറൊരു തമിഴ് പടത്തിന് ഷൂട്ടിംഗ് പോയപ്പോൾ വിളിച്ചതാണ്. അങ്ങനെ ബിഫോർ ഇതിൻ്റെ ഇടയിൽ കൂടെ യങ്സ്റ്റേഴ്സ്, സോഷ്യൽ മീഡിയ വളരെ സന്തോഷമുണ്ട്. ബൈ ചാൻസില്ല ഇത് വന്നതാണ്. സോ എല്ലാം ഒരു സമയത്തെല്ലാം കൂടി ഒന്ന് ചേർന്ന് വന്നു. അത് ഡീനെ റിലീസായിരുന്നു ആ സമയത്ത്, ടെർബോ ജോസ് വരുന്ന ആ സമയത്ത്. സോ എല്ലാം ഹാപ്പിയാണ്. ഏറ്റവും നല്ല ഹെൽത്തി ഇൻഡസ്ട്രി ഈസ് മലയാളം ഇൻഡസ്ട്രി. ഏറ്റവും ഹെൽത്തി ആയിട്ട് ഇൻഡസ്ട്രി. ബിക്കോസ് ഞാൻ എല്ലായിടത്തും വർക്കുന്നതാണ്. ഞാൻ ഇവിടെ ഇല്ലാതെ പോകുമ്പോൾ കൂടുതൽ തമിഴും തെലുങ്കും കന്നഡയൊക്കെ വർക്കുന്നതാണ്, ഹിന്ദി വർക്കുന്നതാണ്. പക്ഷേ മലയാളം ഇൻഡസ്ട്രി സോ ഹെൽത്തി. സോ ആർക്കും അങ്ങോട്ടും ഒരു ഈഗോ ഇല്ല, ഒന്നുമില്ല. വെരി ഹെൽത്തി ദാൻ അതർ ഇൻഡസ്ട്രി. എല്ലാ ഇൻഡസ്ട്രി അങ്ങനെയാണ്, പക്ഷേ വെരി ഫ്രീ ടു വർക്ക്. ഭയങ്കര വെൽക്കമിങ് ആണ്. എസ്പെഷ്യലി ദ ന്യൂ ഡയറക്ടേഴ്സ്, ന്യൂ പിള്ളേരെല്ലാവരും ടു ഗുഡ്. പക്ഷേ എവിടെ ഏത് ഇൻഡസ്ട്രി പോയാലും അവിടുത്തെ ഒരു ടോക്ക് മലയാളം സിനിമയെ പറ്റിയായിരിക്കും. എന്നോട് കുറേ ചോദ്യം ചോദിക്കും. അല്ല, ഈ വർഷം പൊതുവെ മലയാള സിനിമയ്ക്ക് വളരെ നല്ലൊരു വർഷമാണ്. പഴയ കാലം മുതലേ മലയാള സിനിമയ്ക്ക് ഉണ്ട് എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട്. ഈ ഇങ്ങനത്തെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയും കാര്യങ്ങളും എല്ലാം അന്നും ഉണ്ടായിരുന്നെങ്കിൽ, അന്നും ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിപ്പോയത്. ഇതെല്ലാവരും അതാണ് എല്ലാം അതായത് ഓരോ കാലഘട്ടത്തും ഒരു ഞാനിപ്പോൾ അതാണ് ഇറ്റ്സ് എ സർക്കിൾ. ഞാൻ ചുറ്റിക്കൊണ്ടേയിരിക്കും. സോ അതാണ് ഇന്ന് ഇതുണ്ട്, നാളെ വേറൊരു ഡിജിറ്റൽ സംഭവിക്കും വരുന്നത്, അതിലേക്കുണ്ട്. ഇനി സിനിമ ഉയരങ്ങളിലേക്ക് പോകും. ഇറ്റ്സ് ഓൺലി അപ്പ് മേളിലേക്ക് പോകത്തുള്ളൂ. ഈ റിസപ്ഷൻ കിട്ടിയതിന് ശേഷം ഇപ്പോഴേക്ക് വരുന്ന സിനിമകളിൽ തന്നെ ചേഞ്ചസ് ഉണ്ടോ ഈ ക്യാരക്ടേഴ്സിൽ, അല്ലെങ്കിൽ കൂടുതൽ ഇതിനകത്തേക്ക് കാസ്റ്റ് ചെയ്യുന്നു? അത് വരും, അങ്ങനെ ഒരു ചേഞ്ച് വരും. ഇത് നമ്മളിപ്പോൾ നേരത്തെ ഇത് ചെയ്ത് വെച്ചാണ് ഇതൊക്കെ. സോ നേരത്തെ ഞാൻ എല്ലാം ചെയ്യുമെന്ന് അവർക്കറിയാം. പക്ഷേ ഡിപ്പെൻസ്, ഇതെല്ലാം ഒരു കോമ്പിനേഷനിൽ വരുന്നു. എല്ലാവരും കോമ്പിനേഷൻ ഒരു വെൻ യു ഡു എ മാസ് ഫിലിം ഓർ എ ഹൈ കമേഴ്ഷ്യൽ ഫിലിം, അതിനങ്ങനെ ആയിപ്പോകും. അത് ഹൈ കമേഴ്ഷ്യൽ ഫിലിം ഇൻ ദി സെൻസ് യു ഡു ഇറ്റ് രജനി സാർ, കമൽ സാർ, വിജയ്, അജിത്, ഓക്കെ, ലാൽ സാർ, വെൻ യു ഡു ഇറ്റ് ചിരഞ്ജീവി സാർ, വെങ്കടേഷ് സാർ, you do with Punit Raj sir, you do with Amir Khan sir. See, this is a high commercial entertainer ആണ്. സോ അതിൽ നമുക്ക് 2 points ആണല്ലോ, 1 നെഗറ്റീവ് 1 പോസിറ്റീവ്. സോ ഇത് രണ്ടായിരിക്കും എപ്പോഴും ഹൈ വോളിയൂമിൽ പോകുന്നത്. സോ നമ്മളതൊന്നും ചെയ്യാൻ പറ്റില്ല. അതില്ലാത്ത സിനിമകളും ഞാൻ അതിലൊരു ഭാഗമായിരുന്നു. ഞാൻ ഒരു ആ സിനിമയുടെ ഒരു വലിയ ഭാഗമായിരുന്നു. സോ അതുകൊണ്ടാണ് ട്രാക്ക്. ഇപ്പം നാളെ തന്നെ വേറൊരു പടം വരും. ഓക്കെ, അതിൽ ആ നെഗറ്റീവ് ഷെയ്ഡാണ് പടം കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഹൗ കൻ ഐ സേ നോ? ഒരിക്കലും നോ പറയില്ല. അതിൽ ദ ബെസ്റ്റ് കൊടുക്കും. സി, നമ്മളായിട്ട് ആരെയും ഒന്നും പറയണം. നമ്മൾ ശ്രമിക്കുക, നമ്മൾ പല വേഷം ചെയ്യുക, പല റോൾ ചെയ്യാൻ. വി ഹാവ് ടു ട്രൈ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ വരും. അത് ഓരോരുത്തർ പറഞ്ഞ രീതി. അത്ര അടിച്ചു കയറുക എന്നുള്ള ജലോത്സവം ഇറങ്ങിയിട്ട് ഇപ്പോൾ 20 വർഷമായി. ഇപ്പോഴും റിയാസ് ഖാനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ രഹസ്യം? ഇതൊരു വാക്കല്ല, കുറേ എലിമെൻറ്റ്സ് ഉണ്ട്. അതിലൊന്ന് നമ്മളുടെ ജീവിത രീതി മാറ്റണം, നമ്മളുടെ ചിന്ത മാറണം. ഒന്ന്, ഞാൻ എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു, ഐ ലവ് മൈ സെൽഫ്, അതൊരു സാധനം വരണം. ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നു, ഐ ലിവ് ഫോർ മൈ സെൽഫ്. അങ്ങനെ കുറേ ഇല്ല, അതിന് ഫുഡുണ്ട്, കാര്യമുണ്ട്, എല്ലാം കൂടി ചേർന്ന് ആണ് അതിൻ്റെ ഒരു പോക്ക്. ഇപ്പോൾ ഞാൻ 4-5 വാചകം പതിവ് പറഞ്ഞുള്ളൂ. അങ്ങനെ കുറേ എലിമെൻറ്റ്സ് ഉണ്ട്. സോ ദാറ്റ് ഈസ് ഓൾ ദെയർ. ഒരു കാര്യമല്ല. ഇപ്പോൾ ഞാൻ ആക്ടർ ആവണമെന്ന് വന്ന ആളാണ്. സോ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണോ ഞാൻ അതിനുവേണ്ടി പഠിച്ചുകൊണ്ടേയിരിക്കും. അതിനുവേണ്ടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും.